വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ അപകടകരമായ വകുപ്പുകൾ ഒഴിവാക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിദേശത്ത് നിന്ന് പണം വരുന്നത് തടയുന്നതിനുള്ള നടപടികളെ സഭ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ബില്ലിൽ പുതുതായി കൂട്ടിച്ചേർത്ത ചില വകുപ്പുകൾ തികച്ചും ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമത്തിന്റെ മറവിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും സ്വത്തുകൾ കണ്ടുകെട്ടുന്നതും അനീതിയാണെന്നും ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളുടെ പേരിൽ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വകുപ്പുകൾ നീക്കം ചെയ്യണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് BJP സർക്കാർ കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണത്തിലെ ചില വശങ്ങളെ സഭ ശക്തമായി എതിർക്കുന്നതെന്നും മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് സഹായം ലഭിക്കുന്നവര് കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഈ പണം അതിന്റെ ശരിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്ന ആശയങ്ങളോട് ഞങ്ങൾ സർവാത്മന യോജിക്കുന്നു. പക്ഷെ ഇതിനകത്ത് അടിസ്ഥാനപരമായ വിഷയമായി ഞങ്ങൾ കരുതുന്നത് ഇതിൽ ചില അപകടകരമായ വകുപ്പുകൾ എഴുതി ചേർത്തു എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വലിയ പദ്ധതി നടപ്പിലാകുമ്പോൾ ചെറിയൊരു വിദേശ സഹായം ലഭിച്ചു. ഇപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശുപത്രി പണിയുന്നതിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യരെല്ലാവരും കൂടി സമുദായ അംഗങ്ങളെല്ലാവരും കൂടി സംഭാവന നൽകി 10 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ വിദേശ സഹായം അതിന് കിട്ടി എന്ന് പറഞ്ഞാൽ ആ വിദേശ സഹായത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് റദ്ദാക്കാനുള്ള അധികാരവും ഭരണകൂടത്തിനാണ് എന്ന് നമുക്കറിയാം. അതിന്റെ വെളിച്ചത്തിൽ ഈ മുഴുവൻ പ്രോപ്പർട്ടിയും കണ്ടുകെട്ടുന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നത് സാമാന്യ നീതിയുടെ ലംഘനമാണ് എന്നാണ് സഭ കരുതുന്നത്. ആ അർത്ഥത്തിലാണ് FCRA ബില്ലിനെ സഭ എതിർക്കുന്നത്. ഇതിനകത്തെ അനീതിപരമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യണം. നിലവിൽ തന്നെ വളരെ കൃത്യവും സുതാര്യവുമായ ഒരു നിയമവ്യവസ്ഥിതി FCRA ധനവിനിയോഗത്തെ സംബന്ധിച്ച് രാജ്യത്ത് നിലവിലുണ്ട്. അതിൽ കൂടുതലുള്ള ഞെരുക്കപ്പെടുത്തലുകൾ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന ചിന്തയാണ് സഭ പങ്കുവയ്ക്കുന്നത്.